കഥ സഖി ഭാഗം 8. ഗായുവിൻ്റെ ഇരിപ്പ് കണ്ട് ഒന്നും ചെയ്യാനാവാതെ നെഞ്ച് പൊടിഞ്ഞുകൊണ്ട് ജോ ആ കാഴ്ച നോക്കി നിന്നു. തല്ലാൻ കൈ ധരിക്കുന്നുണ്ട്, പക്ഷേ ദേവൻ്റെ അച്ഛനായിപ്പോയി. ദേവൻ്റെ അച്ഛാ, എനിക്കൊന്നും അറിയില്ലായിരുന്നു, വഴക്കിട്ട് വന്നതാണെന്ന് ആരും പറഞ്ഞില്ല, എന്നോട് ക്ഷമിക്കണേ. ഞാൻ നാളെ തന്നെ പൊയ്ക്കോളാം. വിങ്ങിക്കരയുന്ന അവളെ നോക്കി അടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്ന ആമിയിൽ ദേഷ്യം പടർന്നു കയറി. പോയാൽ നിനക്ക് നല്ലത്, തന്ത ചത്ത് ചിതയിൽ തീ ആറും മുമ്പേ അവൾ ഊരു ചുറ്റാൻ ഇറങ്ങിയിരിക്കുന്നു. ഇനിയൊരു വരവ് കൂടെ ഞങ്ങൾ വന്നാൽ അമ്മാവൻ ഭീഷണി മുഴപ്പിക്കാതെ നിർത്തി. നാറി, പോയില്ലെങ്കിൽ താൻ എന്തു ചെയ്യുമടാ? ആണാണെങ്കിൽ താൻ ദേവേട്ടനുള്ളപ്പോൾ വന്നിട്ട് പറയടോ, പരട്ട് കിളവ. ഗായച്ചി ഒരു പാവമായോണ്ട് നിന്ന് കുരക്കാൻ നോക്കല്ലേ. ആമിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ആമി, എന്താ മോളെ, ആരോടാ ഈ സംസാരിക്കുന്നറിയോ? ആമിയുടെ അമ്മ ഉടനെ വന്നു അവളെ തടഞ്ഞു. ഞങ്ങളെ ഉപ്പും ചോറും നിന്ന കൊടിച്ചിപ്പട്ടിക്ക് ഇത്രയും വീറോ? ദേവൻ്റെ അച്ഛൻ ദേഷ്യത്തിൽ എഴുന്നേറ്റു. തിന്നുന്നുണ്ടെങ്കിൽ എല്ലുമുറിയെ പണി ചെയ്തിട്ടാ, അല്ലെങ്കിൽ തന്നെ ഈ സ്വത്തുമൊക്കെ ദേവേട്ടൻ്റെ പേരിലല്ലേ? താനെന്തിനാടോ മൊട്ടത്തല ഇക്കാര്യം അന്വേഷിക്കുന്നേ? വിട്ടുകൊടുക്കാൻ ആമി തയ്യാറല്ലായിരുന്നു. സൈഡിൽ ഒരു ഭാഗത്ത് നിന്ന് കരയുന്ന അമ്മയെ അവൾ മെയിൻറ്റ് ചെയ്തില്ല. എടി എരുമ്പോട്ടോളെ! അതൊരു ഗർജനമായിരുന്നു അമ്മാവൻ്റെ. മുറ്റമടിക്കണ ചൂലെടുക്കണ്ടെങ്കിൽ ഇറങ്ങിപ്പോടാ പട്ടി. കുതറിങ്കൊണ്ട് ഇരിക്കുന്ന അവളെ ഒരു വിധത്തിലാണ് ഗായുവും അവളുടെ അമ്മയും ചേർന്ന് ഒരു വിധത്തിലാണ് തടഞ്ഞത്. അളിയ വാ, തരംതാണ ഇതിനോട് ഒക്കെ വർത്തമാനമല്ല പറയേണ്ടത്, വാ, ഇതിനൊക്കെ വേറെ വഴിയുണ്ട്. അതും പറഞ്ഞ് അമ്മാവൻ വേഗം ദേവൻ്റെ അച്ഛൻ്റെ കൈയും പിടിച്ച് പുറത്തേക്കിറങ്ങി. ഒന്നും മിണ്ടാൻ കഴിയാതെ വിങ്ങിക്കരഞ്ഞുകൊണ്ട് ഉമ്മറത്തൂണിലൂടെ ഊർന്നും കൊണ്ട് ഗായു നിലത്തേക്ക് ഇരുന്നു പോയി. എന്തിനാ അച്ഛേ എന്നെ തനിച്ചാക്കി പോയി കളഞ്ഞേ? കേട്ടില്ലേ ഗായുവിനെ പറ്റി അവർ പറയുന്നേ? ദേവനും ജോയും നന്ദനും ഗായുവിൻ്റെ ആരാന്ന് അവർക്ക് അറിയില്ല അച്ഛേ. നിലത്തിരുന്നു പദം പറഞ്ഞ് കരയുന്നവളെ അതേ വേദനയോടെ അവരും നോക്കി നിന്നു. ആമി, അധിക പ്രസംഗമേറുന്നുണ്ട്, അച്ഛനിങ്ങ് വരട്ടെ. അമ്മയുടെ ദേഷ്യം അവൾ മുഖവിലേക്കെടുത്തില്ല. ഗായച്ചിനെ പറഞ്ഞത് അമ്മ കേട്ടില്ലേ? ആരായാലും ഇത്രയും സംസ്കാരമില്ലാതെ ആൾക്കാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പാവം ദേവേട്ടൻ ഈ കാലിനൊക്കെ എങ്ങനെ സഹിക്കാനാണ്? ആമിയുടെ കലി അടങ്ങിയില്ല. ജോ മെല്ലെ ഗായുവിൻ്റെ അരികിലായിരുന്നു. എന്തോടെ ഒന്നും പറയാഞ്ഞേ? ജോയുടെ ഷർട്ടിൻ്റെ കോളർ പിടിച്ചു വെച്ചുകൊണ്ടാണ് ഗായു ചോദിച്ചു തീർന്നതും ഗായു ജോയുടെ മാറിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. ഗായുവിനെ കെട്ടിപ്പിടിച്ചും കൊണ്ട് കരയുന്ന ജോയെ കണ്ടതും കുറച്ചു മുൻപ് അവരെ ജോ തല്ലാതെ കണ്ടു തോന്നിയിരുന്ന ദേഷ്യമെല്ലാം മാറി ആമിയും കൂടെ കരഞ്ഞു. അല്പം അധികം സമയം എടുത്തിട്ടാണ് എല്ലാം ഒന്ന് ശാന്തമായത്. ഗായു കണ്ണീറൊക്കെ തുടച്ചു മാറ്റി പുഞ്ചിരിച്ചു. നെച്ചുവിൻ്റെ അച്ഛൻ ദേവനും ഞാനും ആയുള്ള ബന്ധം തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ്, അല്ലാതെ വേറെ ദേഷ്യം കൊണ്ടും ഒന്നുമല്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗായു കൈ നിവർത്തി ജോക്ക് നേരെ നീട്ടി. അത് കണ്ടതും അവൻ ദേഷ്യത്തോടെ മുഖം വെട്ടിച്ചു. ജോ, ഗായു ഈണത്തോടെ വിളിച്ചു. അവൻ ദേഷ്യത്തോടെ അവളുടെ കൈയിലേക്ക് അവൻ്റെ കൈ ചേർത്ത് വെച്ചു. ഇതെന്താ എന്ന് മനസ്സിലാവാതെ ഭാവത്തിൽ ആമി രണ്ടുപേരെയും മാറി മാറി നോക്കി. ഇതെന്താ ഇവിടെ? അവസാനം സഹിക്കാൻ പറ്റാതെ ആമി ചോദിച്ചു. ഇതൊരു വല്ലാത്ത ഭാഷയാണ് ആമി. മൗനം കൊണ്ട് പോലും ഞാൻ ഉദ്ദേശിച്ചത് അവൻ മനസ്സിലാക്കിയത് കണ്ടില്ലേ? അങ്ങനെയാണ് നല്ല സുഹൃത്ത്. ആമിക്കും എൻ്റെ നല്ല സുഹൃത്താവാൻ പറ്റും. ഗായു ആമിയെ നോക്കി പറഞ്ഞു. എങ്ങനെ? ആമിയുടെ മുഖത്ത് കൗതുകം നിറഞ്ഞു. ഇവിടെ കഴിഞ്ഞതൊന്നും ദേവൻ അറിയരുത്, അത് അവനെ അറിയിക്കരുത് എന്ന സത്യമാണ് ജോ എൻ്റെ കയ്യിലടിച്ചു സമ്മതിച്ചത്. ഇനി അടുത്ത ഊഴം എൻ്റെ ആമിക്കുട്ടിയുടെയാണ്. വലിയ ഇഷ്ടമല്ലേ എന്നെ? ഞാൻ പറഞ്ഞ മോള് അനുസരിക്കില്ലേ? ഗായു അപേക്ഷിക്കും പോലെ ആമിയോട് ചോദിച്ചു. ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഇത് ഞാൻ ദേവേട്ടന് വന്നാൽ അപ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കും, ആമി മുഖം വീർപ്പിച്ചും കൊണ്ട് പറഞ്ഞു. ആമി, നെച്ചു എത്ര പാവാണ്, നീ ഒന്ന് ഓർത്തു നോക്കിക്കേ. ഇതൊക്കെ ദേവൻ അറിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവുമെന്ന് നിനക്കറിഞ്ഞൂടെ മോളെ? പിന്നെ ഈ ജീവിതത്തിൽ എൻ്റെ ദേവന് നെച്ചുവിനെ കിട്ടില്ല. ഞാൻ പറയുന്നത് മുഴുവൻ ദേവന് വേണ്ടിയാണ്. അത് അറിയാവുന്നത് കൊണ്ടല്ലേ എല്ലാം കൺമുന്നിൽ കണ്ടിട്ടും എന്നെ ജോ സഹിച്ചു നിന്നത്, ആർക്കും ഒന്നും നഷ്ടപ്പെടാതെയിരിക്കാൻ. ഗായു വേദനയോടെ പറഞ്ഞു നിർത്തി. ആമി ഒന്നും മിണ്ടാതെ ദൂരേക്ക് മിഴികൾ നട്ടിരുന്നു. നീണ്ട യാത്രക്കൊടുവിൽ ആണ് മംഗലാപുരത്തെത്തിയത്. ആദ്യം ദേവനും നന്ദനും അന്വേഷിച്ചത് അവരുടെ കമ്പനിയെ പറ്റിയാണ്. പറഞ്ഞു കേട്ടതിനേക്കാൾ വലിയ ബിൽഡേഴ്സ്, എക്സ്പോർട്ടേഴ്സ് ഒക്കെയാണ് അവർ എന്ന് ബോധ്യപ്പെട്ടു. പിന്നെ നാട്ടിലൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്കി. മാണിക്യമംഗലത്തെപ്പറ്റി എല്ലാവർക്കും ബഹുമാനവും സ്നേഹവുമാണ്. ഒളിച്ചോടിപ്പോയ സാവിത്രിയെപ്പറ്റിയും ചില പഴമക്കാർ ഓർത്തു വച്ചിരിക്കുന്നു. പറഞ്ഞതിൽ കളവായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല.
ആകെ ഒരു പൊരുത്തക്കേട് തോന്നിയത് ആ വീട്ടിലെ സൂര്യനാരായണൻ്റെ 2 മക്കളുള്ളതിൽ ഒരാളെ ആരും പുറത്തെങ്ങും കണ്ടിട്ടില്ല എന്നതാണ്. വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് ഗായുവിനെ കൊണ്ട് വരുമ്പോൾ ആവാമെന്ന് കരുതി. അപ്പോൾ വീട്ടിലെ എല്ലാവരെയും പറ്റി വിശദമായി ചോദിക്കാമല്ലോ എന്ന് കരുതി. നന്ദനും ദേവനും തിരിച്ചു വരുമ്പോഴേക്കും രാത്രി ഏറെ ആയിരുന്നു. ഗായു ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു, അവർ വരുന്നതും കാത്ത്. ദേവനും നന്ദനും വന്നു കയറിയപ്പോൾ തന്നെ ആകെ ഒരു പൊരുത്തക്കേട് തോന്നി. വന്നപ്പോൾ തന്നെ ആരെയും ടെൻഷൻ അടിപ്പിക്കേണ്ട എന്ന് കരുതിപ്പോയ സ്ഥലത്തു നിന്നും അറിഞ്ഞ കാര്യങ്ങൾ മുഴുവൻ എല്ലാവരോടുമായി പറഞ്ഞു. ഇനി നിങ്ങൾ പറ, എന്തൊക്കെയാ അഭിപ്രായം? അത് പിന്നെ എന്തൊക്കെയായാലും അമ്മ ജനിച്ചു വളർന്ന നാടല്ലേ, അമ്മയുടെ സ്വന്തം ആൾക്കാരല്ലേ, നാളെ തന്നെ പോകണമെന്നാണ് എനിക്ക്. ഗായു പറഞ്ഞു തീരുമ്പോഴേക്കും ദേവൻ്റെ ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങി. 1 മിനിറ്റ്. ദേവൻ ഫോൺ കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. എന്താണാ നീ ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ, നിനക്കെന്താ പറയാനുള്ളേ? നന്ദൻ ജോയെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൻ മുഖം കൂടുതൽ കയറ്റിപ്പിടിച്ചുകൊണ്ട് തിരിഞ്ഞിരുന്നു. ആമിയാണെങ്കിൽ തല കുനിച്ചിരിക്കുവാണ്. ഗായു, ജോ മിണ്ടാതിരിക്കുകയാണ് എങ്കിൽ അതിൻ്റെ ഉത്തരം തരാൻ നിനക്ക് കഴിയൂ എന്നാണ് അർത്ഥം. എന്താണെങ്കിലും അവൻ വരുന്നതിന് മുമ്പ് പറയുന്നുണ്ടോ നീ? നന്ദന് ക്ഷമ കിട്ടു. അത് പിന്നെ നന്ദ, ഇവിടെ ഗായു പറയുന്നത് നന്ദനോടാണെങ്കിലും നോട്ടം മുഴുവൻ മുറ്റത്തേക്കാണ്. നീ ഒന്ന് പറയുന്നുണ്ടോ ഗായു? നന്ദൻ ആകാംക്ഷ അടക്കാൻ വയ്യാതെ ചോദിച്ചു. പതുക്കെ. അവൾ നന്ദനോട് മിണ്ടരുതെന്ന് ആംഗ്യം കാണിച്ചു. നിങ്ങൾ പോയി കഴിഞ്ഞു. ദേവൻ്റെ അച്ഛനും അമ്മാവനും വന്നിരുന്നു. ഗായു പറഞ്ഞതും നന്ദൻ പകപ്പോടെ അവളെ നോക്കി. നിന്നോടവർ? നന്ദൻ പറഞ്ഞു മുഴുവനാക്കാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പേ പുറത്തുനിന്നും കൊടുങ്കാറ്റ് പോലെ പാഞ്ഞു വന്നിരുന്നു ദേവൻ. ദേവാ! ഗായുവിൻ്റെ വിളി കേൾക്കാൻ നിൽക്കാതെ മുന്നിൽ കണ്ട കസേരയെടുത്ത് നിലത്തേക്ക് അടിച്ച് ഛിന്നഭിന്നമാക്കി കളഞ്ഞു അവൻ. അഗ്നി ചിറന്ന ആ കണ്ണുകളിലേക്ക് നോക്കാൻ തന്നെ ആമിക്ക് ഭയമായി. നിന്നോട് പറഞ്ഞതല്ലേടാ അവളെ നോക്കണമെന്ന്? പാഞ്ഞു ചെന്ന് ജോയെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചു കുലുക്കിയവൻ. ആർക്കും തടയാൻ കഴിഞ്ഞില്ല. ചുറ്റുമുള്ളത് മുഴുവൻ അടിച്ചു തകർത്തും കൊണ്ട് അവൻ്റെ ദേഷ്യം പ്രകടിപ്പിച്ചു. നിന്ന് മോങ്ങാതെ കയറിപ്പോ എൻ്റെ മുന്നിൽ നിന്ന്. വിങ്ങിക്കരയുന്ന ഗായുവിനെ നോക്കി അവൻ അലറി. എന്നിട്ടും പോകാൻ കൂട്ടാക്കാതെ അവൻ്റെ ദേഷ്യം അടങ്ങുന്നതുവരെ അവൾ കാത്തു. ദേഷ്യത്തിൽ നിൽക്കുമ്പോൾ ആരെന്ത് പറഞ്ഞാലും കാര്യമില്ല എന്ന് മറ്റൊരാൾക്ക് കളേക്കാൾ ഗായുവിന് അറിയാം. ദേവാ, മതി നിർത്ത്, നന്ദൻ അത്യാവശ്യം ദേഷ്യത്തിൽ പറഞ്ഞു. ഒന്നും മിണ്ടാതെ അവൻ കസേരയിൽ പോയിരുന്നു. അവൻ്റെ രൗദ്രഭാവം ആദ്യമായി കാണുന്ന ആമി ഭയന്നുപോയി. ഒരു സംശയം മാത്രമേ ബാക്കിയുള്ളൂ. ദേഷ്യം മുഴുവൻ കാണിക്കേണ്ടത് അവിടെയല്ല. സന്ദേഹിച്ചു നിൽക്കുന്ന ആമിയെ അവൻ അരികിലേക്ക് വിളിച്ചു. നേരിയ ഭയത്തോടെയാണ് ആമി അടുത്തേക്ക് ചെന്നത്. അവൻ വേഗം എഴുന്നേറ്റ് അവളുടെ തലയിൽ തഴുകി. മിടുക്കിയ ഏട്ടൻ്റെ ആമിക്കുട്ടി, അങ്ങനെ വേണട്ടോ. തെറ്റ് ചെയ്യാത്തവരാണ് നമ്മൾ. എങ്കിൽ ഒരിക്കലും തലകുനിക്കരുത്. എത്ര വലിയ തമ്പുരാൻ ആണെങ്കിലും അടിച്ചവനെ തിരിച്ചടിക്കാൻ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. നീ ധൈര്യമായി നിന്നോ. നീ ദേവൻ്റെ അനിയത്തിയാണ്. അവളുടെ നെറുകയിൽ തഴുകിക്കൊണ്ടാണ് ദേവൻ പറഞ്ഞത്. ഗായു, നീ ഒന്നറിഞ്ഞോ? നിനക്ക് ഇവിടെ നിന്ന് പോകണമെങ്കിൽ ഞാൻ തീരുമാനിക്കണം. അല്ലാതെ നീ വിചാരിച്ചാൽ പോലും നടക്കില്ല. ഗായു തലതാഴ്ത്തി നിന്നു കേട്ടു. അവനെ ആദ്യമായി കാണുകയല്ലല്ലോ. ജോ, നീ പോയി റെഡിയാവൂ. നമ്മൾ 2 പേരും നാട്ടിലേക്ക് പോവാണ്. ദേവൻ്റെ വാക്ക് കേട്ടതും അവൻ വേഗം അകത്തേക്ക് റെഡിയാവാൻ പോയി. ഞാൻ വരാൻ ദേവാ, നമുക്ക് പോവാം. നന്ദൻ വേഗം മുന്നോട്ട് വന്നു. ഏയ്, നീ വന്നാൽ ശരിയാവില്ല. ജോ മതി. ദേവാ, എന്തോ പറയാൻ വന്ന ഗായുവിനെ അവൻ കൈ ഉയർത്തി തടഞ്ഞു. ആരും ഒന്നും പറയണ്ട, അറിയാം എനിക്ക്. ദേവൻ പല്ലുഞെരിച്ചു. നെച്ചുവിനെപ്പറ്റി എങ്കിലും നീ ഓർത്തോ മതി, ഗായു തിടുക്കത്തിൽ പറഞ്ഞു. എടി പുല്ലേ, നെച്ചുവാണ് എന്നോട് ഇതെല്ലാം പറഞ്ഞ്. ദേവൻ്റെ വാക്കുകൾ അമ്പരപ്പോടെയാണ് ഗായു കേട്ടത്. ലക്ഷ്മിയമ്മേ, ഒന്നിങ്ങോട്ട് വരൂ. താഴെന്നുള്ള വിളി കേട്ട് ധൃതിയിൽ ആയമ്മ താഴേക്ക് ചെന്നു. ഇഡലിയും സാമ്പാറും ദേഹത്തും അവിടെയും ഇവിടെയും പറ്റിയ നിലയിൽ നിൽക്കുകയാണ് വാസന്തി. ഉണ്ണി കാട്ടിയ പണിയ കണ്ടോ മംഗലത്തമ്മേ? പ്രാതൽ കൊടുക്കാൻ ചെന്നതാ, അതിനാണ്. നീ പൊയ്ക്കോ, ഞാൻ കൊടുത്തോളാം. ചിത്തഭ്രമം ഉണ്ടെങ്കിൽ വീട്ടിലല്ല പൂട്ടിയിടേണ്ടത്, വല്ല ആശുപത്രിയിലും കൊണ്ടിടണം. മംഗലത്തമ്മ കേൾക്കാതെ പിറുപിറുത്തും കൊണ്ട് വാസന്തി അടുക്കളയിലേക്ക് പോയി. തുടരും കഥയുടെ അടുത്ത ഭാഗം.